പാലക്കാട് മുതലമടയിൽ ആദിവാസിയെ റിസോർട്ടിൽ പൂട്ടിയിട്ടതിൽ പോലീസിനെതിരെ ആദിവാസി സംരക്ഷണ സംഘം 10 ദിവസമായി പ്രതിയെ പോലീസ് പിടികൂടിയിട്ടില്ല. വെള്ളയ്യനെ മോചിപ്പിക്കാൻ ഒന്നാം പ്രതി പ്രഭു റിസോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നും അന്ന് പോലീസ് പിടികൂടിയില്ല എന്നും ആദിവാസി സംരക്ഷണ സംഘം പറഞ്ഞു. അതേസമയം വെള്ളയ്യനെ മോചിപ്പിച്ച ദിവസം പ്രഭു റിസോർട്ടിൽ ഉണ്ടായില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. എന്താണ് ഈ 10 ദിവസത്തിലധികമായി ഇതുവരെയും പ്രഭുവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല? എങ്ങനെ ഇനി മുന്നോട്ട് പോകാനാണ് തീരുമാനം? സാർ, ഈ റൂമൊന്ന് തുറന്ന് പരിശോധിക്കണം, ഈ റൂമിൽ പ്രഭെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരെന്താ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾക്ക് കിട്ടിയില്ലേ, പിന്നെ ഇതിനാ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പോലീസുകാരാണ് യഥാർത്ഥത്തിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ എനിക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരനെ പ്രഭ വിളിച്ചിട്ടുണ്ട് ജാമീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് ഇതുവരെ പറയുന്നുണ്ട് ഈ പ്രഭുയുടെ ഫോൺ കോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല. ഇനി സീൽ വെച്ചിട്ടില്ല, ഇനി റിസോർട്ട് സീൽ വയ്ക്കുക, അത് അടച്ചു എപ്പോഴും പ്രവർത്തിക്കുന്നത്, വേറെ ഒരു നടപടി നടന്നിട്ടില്ല. അപ്പോൾ DSP പറഞ്ഞത് എന്താണ്, റിസോർട്ട് അടച്ചുപൂട്ടാതിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ അധികാര പരിധിയിൽ പെട്ടതല്ല, അത് പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തും അത് നടപടിയില്ല. പോലീസ് നടപടിയില്ലാത്തതിൽ പ്രതിഷേധമുണ്ടോ നിങ്ങൾക്ക്? പ്രതിഷേധം ഇന്ന് നമ്മൾ എന്തായാലും അതിന്റെ ഒരു സൂചന പ്രതിഷേധ പരിപാടി ഇന്ന് നടത്തുന്നുണ്ട്. ഇനി വേണ്ടിയത് വന്നാൽ ഞങ്ങൾ നോക്കും. ശരിയായ രീതിക്ക് പോലീസുകാർ പ്രവർത്തിക്കാതെ വന്നാൽ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഞങ്ങൾ മറ്റേ അനിശ്ചിത കാലത്തൊക്കെ ഉള്ള സമരം തുടങ്ങാനുള്ള ഉദ്ദേശമാണ്. സമരത്തിൽ കൂടിയാൽ പിന്നെ അത് നിർത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വിവരം അറിഞ്ഞിട്ട് വേണം സമരം നിർത്താൻ. ഇതുപോലെ എത്ര ഒരു ആദിവാസിനെ ഇങ്ങനെ ചെയ്തവര്, എത്ര ആദിവാസിനെ ഇവരിങ്ങനെ ചെയ്യും? പ്രഭുവിനെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.